വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്ന അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കോടതിയെ മാറ്റിവെച്ചിരിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കത്ത് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസമാണ് കെ.വി. തോമസിന് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കാട്ടി കേന്ദ്രം കത്ത് നൽകിയത്, നിത്യാനന്ദ റായ് കത്ത് നൽകിയത്. ആ കത്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കിയുണ്ടായി. കേന്ദ്രത്തിനെതിരെ ശക്തമായ ഭാഷയിൽ കേരളം ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കേസ് പരിഗണിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മൾക്ക് കഴിഞ്ഞ മിനിറ്റുകളിലാണ് നമ്മൾ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടാത്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാകില്ല എന്ന കേരളത്തിന്റെ പരാതിയെക്കുറിച്ച് ചർച്ച നടത്തിയത്. ഇപ്പോൾ കോടതി ആ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കെ.വി. തോമസിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കഴിയില്ല, നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ കത്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വലിയതുള്ളൊരു പ്രതികൂല മനോഭാവമാണ് കേരളത്തിനോടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന നിലയ്ക്കാണ് ഈ കത്ത് കേരളം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കോടതി പക്ഷേ ഈ ഹർജി പരിഗണിക്കുന്ന അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വളരെ വിശദമായ ചർച്ച നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിയ വിവരങ്ങൾ നൽകും. റിയ, കേരളം ഇപ്പോൾ റിയ തന്നെയാണ് നേരത്തെ കെ.വി. തോമസിന്റെ പ്രതികരണം ഈ കത്തുമായി ബന്ധപ്പെട്ട് തേടിയത്. ആ കത്ത് കോടതിയിൽ എത്തിയിരിക്കുന്നു. കേരളത്തിന് ശക്തിയുക്തം വാദിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ കത്ത് മാറുന്നുണ്ടോ കോടതിയിൽ? ദിവിഷ്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയ എടുത്ത ഹർജിയും കേസും അതോടൊപ്പം തന്നെ വിവിധ ഹർജികളുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ ഇന്ന് വന്നത്. ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് കേരളം സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തിന് കൈമാറിയ കെ.വി. തോമസിന് കൈമാറിയ കത്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. 4 മാസമായിട്ടും കേന്ദ്ര സംഘം റിപ്പോർട്ട് നൽകി, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു നിലപാട് അറിയിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു. അതേസമയം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചത്. ഈ ദുരന്തവുമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് പരിശോധിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ് എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. പക്ഷേ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ ആ കത്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹർജി വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു. ഒപ്പം തന്നെ കോടതി കൂടുതൽ ഫണ്ട് കേന്ദ്രം നൽകില്ല എന്ന് പറഞ്ഞു എന്നൊരു ചോദ്യം കൂടി ഈ ഹർജി പരിഗണിച്ചപ്പോൾ ചോദിച്ചിരുന്നു. എന്തായാലും വിശദമായ വാദത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് കേട്ട ശേഷം വിശദമായ വാദത്തിന് കേസ് പരിഗണിക്കാൻ വെള്ളിയാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടുകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ തേടിയത്. മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയായിരുന്നു. അതിൽ കെ.വി. തോമസിന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ കത്ത് കേരളം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ കേസിലെ വാദം പരിഗണിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്നുള്ള വാദം കോടതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന് അർഹമായ, അല്ലെങ്കിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് അവരുടെ പുനരധിവാസം എത്രയും വേഗം നടപ്പിലാക്കാൻ കഴിയുന്ന സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ